സാർ ഇങ്ങോട്ട് ഇവിടെ നിൽക്കാവോ? കാല് കണ്ടില്ല. ഉസ്താദ് വീഴാൻ പോണു. ആരാണെന്ന് ഉസ്താദ്? ഉസ്താദാണ്. ഉസ്താദാ. മുംബൈന്നാണ്. ഹിന്ദി ആത്തേ? ഹിന്ദി എനിക്കറിയില്ല. ഓക്കെ. മലയാളം ഉസ്താദ്. മലയാളം ഉസ്താദാണോ? ശരി ശരി. കീരിക്കാടൻ ജോസാണ്. കിരിക്കണം ജോസാ. അത് ആ കേട്ടിട്ടില്ല. മുഖം പോയാണ്. കീരിക്കാടൻ ജോസ് അതൊന്നും അല്ല അത്. പിന്നെ ഇത് ആരാ? ആരാ ഇത്? ഉസ്താദ്. ഒരു ഉസ്താദ്. ഉസ്താദ് ഉസ്താദ്. തോക്കൊക്കെ ആയിട്ട് വന്ന ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഉസ്താദിനോട്? ഒരു തെറ്റും ചെയ്തില്ല. വെറുതെയോ? അങ്ങനെ ഒരു ശീലം ഉണ്ടോ ഉസ്താദിന്? വെറുതെ വെടിവെച്ച് കൊല്ലുന്നത്? സംസാരിച്ച് കൊല്ലുന്നത് കോട ഒരു സാധനം പോരാ. ഒരു സാധനം കടിച്ചു. കാണിച്ചോ? ഒന്നും ആയില്ലല്ലോ. ഞാൻ വിചാരിച്ചു പൊട്ടാസാന്ന്. ഇല്ലാത്ത തോക്കായിരുന്നു അത്. പൊട്ടാസ് ഇല്ലാത്ത തോക്കത്. ആ. ആ ഉണ്ടയില്ല വെടി. പിന്നെ ഇല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഫ്യൂച്ചറിൽ ഉൾക്ക വന്ന് വീഴൂലേ? ആ ഉൽക്കേ? ഫ്യൂച്ചറിൽ വീഴുന്ന്. ഉൾക്ക വന്ന് വീഴൂലേ? അത് വരുന്നതിന് മുന്നത്തെ ദിവസം ഞാൻ എന്റെ അമ്മയും അച്ഛനെയും എന്റെ ഭാര്യനെയും കൊച്ചുങ്ങളെയും ഭാര്യനെ കൊച്ചു. റോക്കറ്റിൽ പോകുമ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറെ റോക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. പിന്നെ ഇല്ലേ, ഒരു സീക്രട്ട് ഉണ്ട്. ഞാനേ TV കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ കാലില് പിടിച്ചു. അപ്പൊ ഞാൻ ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ ഇപ്പുറത്തെ കാലിലും പിടിച്ചു നോക്കി. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചു നോക്കിയപ്പോ അപ്പോഴും അതന്നെ. എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് 3 ഹാർട്ട് ഉണ്ടെന്ന്. അതായത് 2 മുട്ടുകളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അവന് ചങ്കിടിപ്പ് കേൾക്കുന്നു. ഞാൻ വിചാരിച്ചത് നവനീതോട്ടൻ ഹാർട്ട്ലെസ് ആണെന്ന്. അല്ലല്ല, 3 എണ്ണം ഉണ്ട്. 2 ഒന്നും അല്ല. ഇപ്പഴത്തെ സൈഡും വെച്ച് നോക്ക്, ചിലപ്പോ 4 എണ്ണം ഉണ്ടാവും. 5-6 എണ്ണം കയ്യിലൊക്കെ പിടിക്കുമ്പോ അവന് ഇടിപ്പ് ഇല്ലേ? തോന്നും. 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണേ ഉള്ളൂ. 3 എണ്ണം. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ ചിക്കനും മീനും ഒക്കെ കഴിക്കുള്ളൂ. ഇപ്പൊ ഞാൻ അതിന്റെ കൂടെ വെജിറ്റബിൾസ് കഴിക്കാൻ തുടങ്ങി. അയ്യോ. പൊട്ടേറ്റോ മെഴുക്ക് വരട്ടി, ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, ആ. പിന്നെ പയറ് മെഴുക്ക് വരട്ടി, പിന്നെ സാമ്പാർ, മോര് കൂട്ടാൻ, പിന്നെ ആനപ്പിണ്ടി തോരൻ. ആനപ്പിണ്ടി തോരൻ. അയ്യോ ശ്ശേ. ആനപ്പിണ്ടിയോ? അല്ല, വാഴപ്പിണ്ടം. വാഴപ്പിണ്ടം. വാഴപ്പിണ്ടം തോരൻ. തോരൻ. ഇതൊക്കെ കഴിച്ചിട്ടാണ് 3 ഹാർട്ടായത്. വാഴപ്പിണ്ടം ഒരുപാട് തിന്നരുത്, അതാ നിനക്ക് ഇങ്ങനെ ഹാർട്ട് കൂടുന്നേ. ഇനിയും കൂടും അത് ഒരുപാട് കഴിച്ചല്ലേ? കൂടി എനിക്ക് ഇനിയും മസിൽ വരുമല്ലോ. ഓ, ഹാർട്ട് ബേസിക്കലി മസ്കുലർ മാൻ. ആര്യ ചേച്ചി ഇത് കേട്ടോണം. ജിമ്മിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല, ഹാർട്ട് വേണം. നവനീത് ആംബിഷൻ എന്താണ് ഫ്യൂച്ചറിൽ ആഗ്രഹം? ശരിക്കും പറഞ്ഞാൽ ഞാൻ ആവാൻ പോണത് മർച്ചന്റ് നേവി ഇല്ലേ, മർച്ചന്റ് നേവി ക്രൂയിസ് കപ്പലിന്റെ ക്യാപ്റ്റൻ. കപ്പലിലെ അവിടെ ആക്ടിംഗ് ഒക്കെ ചെയ്യോ? അവിടെ പരിപാടികൾ നടത്തും, പാട്ടുകൾ നടത്തും. ക്രൂസ് ഷിപ്പില്. പക്ഷെ സിനിമയിൽ അഭിനയിക്കണമെന്നില്ല. ഇടയ്ക്ക് വല്ല സിനിമയ്ക്ക് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഞാൻ കയറി പോകും. പ്രൊമോഷന് മാത്രം പോകും. പിന്നെ ഞാൻ കപ്പലിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യയും കൊച്ചുങ്ങൾക്കും എന്റെ കപ്പലിന്റെ ഭാര്യയും കൊച്ചുകളെ വിടില്ല. ഞാൻ ഫ്യൂച്ചർ വൈഫിനോട് പറയാം, ഇത്ര നല്ലൊരു ഭർത്താവ് വേറെ കിട്ടില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഭാര്യയെ കുറിച്ച് അല്ലേ? ഇത്ര ചെറുപ്പത്തിൽ എന്റെ ഭാര്യ എത്ര കൊച്ചുങ്ങളുണ്ട്? 2 കൊച്ചുകൾ. ഒരു ഭാര്യയ്ക്കും 2 കൊച്ചുങ്ങൾക്കും വേണ്ടി ഭാവിയിൽ ഉൽക്ക വീണ എന്ത് ചെയ്യണമെന്ന് എല്ലാം ചിന്തിച്ചു വെച്ചിട്ടില്ല. കപ്പലിൽ പോകുമ്പോ അവരെ കൊണ്ടുപോവാണോ നീ? അപ്പം കപ്പലിൽ പോണെന്ന് അവര് പറഞ്ഞാ ഞാൻ എന്റെ കപ്പല് മൊത്തം ചുറ്റിക്കറങ്ങി കാണിക്കും. ഓ, ക്രൂസ് ഷിപ്പ് കൊണ്ടുവരും. അതിനകത്തുള്ള വാട്ടർ പാർക്കില് അവരിനോട് ചാടിക്ക് ഫ്രീ ആയിട്ട് മാത്രമല്ല അവരൊരു പ്രൈവറ്റ് യോട്ട് ഉണ്ട്. അതിൽ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഭാര്യ 2 കൊച്ചുങ്ങളും ഭാര്യയും പിള്ളേരും. ഫാമിലി എന്നൊന്നും പറയാനില്ല. കുട്ടികളുടെ പേരൊക്കെ കിട്ടുമോ? കുട്ടികളുടെ പേര് പറഞ്ഞോ? മനു, അളഗണ, അനഗണ. പക്ഷെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഭാര്യയുടെ പേര് എനിക്ക് അറിയില്ലല്ലോ. മക്കളുടെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ? ഇവര് തീരുമാനിച്ചാൽ മാത്രല്ലേ എനിക്ക് അറിയുള്ളൂ. എങ്ങനത്തെ ഭാര്യ വേണമെന്ന് പറഞ്ഞ കാണാൻ എങ്ങനെ ഇരിക്കണം ഭാര്യ? മിൻറ്റു ചേച്ചിനെ പോലെ. എന്നെ പോലെ തന്നെ മതിയോ? അത് വേണ്ടായിരുന്നു. സ്വഭാവം അരി ചേച്ചി. അതും വേണ്ടായിരുന്നു. ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.